വയനാട് മുള്ളംകൊല്ലിയിൽ ഇറങ്ങിയ കടുവയെ പിടികൂടാൻ ഇന്നും ദൌത്യസംഘം തെരച്ചിൽ തുടരും. 2 മാസമായി മേഖലയിൽ തുടരുന്ന കടുവയ്ക്കായി കോഡ് സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും കടുവ കെണിയിലായിട്ടില്ല. ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ മയക്കുവെടി വെച്ച് പിടികൂടാനുള്ള ഉത്തരവിറക്കിയെങ്കിലും കടുവ കാണാമറയത്താണ്. വയനാട് നായ്ക്കട്ടി ഫോറസ്റ്റ് സ്റ്റേഷൻ പരിധിയിലെ നൂൽപ്പുഴ കല്ലൂർ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കടുവയെ പിടികൂടുന്നതിനായി കോഡ് സ്ഥാപിച്ചു. ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റെ ഉത്തരവ് പ്രകാരമാണ് കോഡ് സ്ഥാപിച്ചത്. മേഖലയിൽ ബത്തേരി റേഞ്ചിലെ ജീവനക്കാർ പട്രോളിംഗും ശക്തമാക്കി. വയനാട്ടിലെ ഓപ്പറേഷൻ ബേലൂർ മഗ്ന താൽക്കാലികമായി നിർത്തിവെച്ചു. കർണാടക ഉൾവനത്തിലേക്ക് ആന കടന്നതോടെ നിരീക്ഷണം കർണാടക നടത്തുമെന്ന് കേരള കർണാടക തമിഴ്നാട് സംയുക്ത യോഗത്തിൽ തീരുമാനമെടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് കേരളം ദൌത്യം താൽക്കാലികമായി അവസാനിപ്പിച്ചത്. കാട്ടാന ജനവാസ മേഖലയിലേക്ക് എത്തുന്നത് തടയാൻ കേരള വനം വകുപ്പ് നിരീക്ഷണം തുടരും. കഴിഞ്ഞ 15 ദിവസം നീണ്ടുനിന്ന ദൌത്യമാണ് ഞായറാഴ്ച അവസാനിപ്പിച്ചത്. ഇടവേള.